മോത്തി ദൗത്യ സംഘം സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കരസേനാംഗങ്ങൾ ആ സ്ഥലത്ത് വന്നിട്ടുണ്ട്. അവർ ചെറു ടെൻറ്റുകളൊക്കെ നിർമ്മിക്കുകയാണ് ദേശീയപാതയിൽ. ഏതായാലും വേഗതയുണ്ട്. രാവിലെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് സേനാംഗങ്ങൾ എന്നതാണ്. ഇപ്പോൾ NDRFൻ്റെ സംഘവും വന്നിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് മറുകരയിൽ നിന്ന് കാണുകയാണ്. മണ്ണ് നീക്കം ആരംഭിച്ചു എന്നതുകൂടിയാണ്. അതായത് ഈ പുഴയിലേക്കുള്ള തിട്ട, ദേശീയപാതയിൽ നിന്ന് പുഴയ്ക്ക് ഇടയിലുള്ള തിട്ടയിലാണ് മണ്ണിപ്പോഴും മൺതിട്ട ഉള്ളത്. അത് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയും കൂടി ആരംഭിച്ചു എന്നതാണ്. 2 മണ്ണുമാന്തി യന്ത്രങ്ങളാണ് നിലവിൽ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ട്രക്കുകളിലേക്ക്, ലോറിയിലേക്ക് മണ്ണ് മാറ്റി അത് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടിടുകയാണ്. അപ്പം തന്നെ ഇന്നലെ 11:45 സ്ഥലത്തേക്ക് എത്തിച്ച കൂറ്റൻ മണ്ണുമാന്തി യന്ത്രവും അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 100 മീറ്റർ അപ്പുറം മാറി ആണ്, ഈ ദൗത്യ സ്ഥലത്ത് നിന്ന് മാറിയാണ് നേരത്തെ അത് പാർക്ക് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന തിട്ടയിൽ നിന്നും അതുപോലെ പുഴക്കരയിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി തുടങ്ങിയെന്നത് തന്നെയാണ്. എന്തായാലും വളരെ ആക്റ്റീവായി ഈ ദൗത്യ സ്ഥലത്ത് ഓരോരോ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ സാറും പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ മാസ്റ്റർ പ്ലാനാണ് ഇതിനൊക്കെയായി തയ്യാറാക്കിയിട്ടുള്ളത്. അതിൻ്റെ ആദ്യ ഘട്ട നടപടികളാണ് എന്തുതന്നെയായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ NDRF നാവികസേന അംഗങ്ങൾ പുഴയിലേക്ക് ഇറങ്ങിയിട്ടേ ഇല്ല എന്നതാണ്. അവരുടെ ബോട്ടുകൾ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. അതായത് ദൗത്യം നടക്കുന്ന അവിടെ നിന്ന് ഏതാണ്ടൊരു 300 മീറ്റർ മാറി താഴ്ഭാഗത്താണ് അവരുടെ ബോട്ടുകളൊക്കെ സാധാരണയായി ഉണ്ടാവാറ്. അതിപ്പോൾ എന്തായാലും അവിടേക്ക് കൊണ്ടുവന്നിട്ടില്ല. അല്പസമയത്തിനകം തന്നെ എത്തിക്കുകയാണ് ചെയ്യുക. നേരത്തെ നമ്മൾ തത്സമയം ഇവിടെ നിന്ന് ചേർന്ന സമയത്ത് മഴ പൂർണ്ണമായി മാറി നിൽക്കുന്നു എന്നതാണ് റിപ്പോർട്ട് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ ചെറിയ മഴ പെയ്യുന്നുണ്ട് എന്നതാണ്. എങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെ അതിശക്തമായ മഴയല്ല, ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. കാറ്റിൻ്റെയും അകമ്പടി ഉണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും അനുകൂലമായ റിസൾട്ട് ഇന്ന് തന്നെ ഉണ്ടാക്കും. അതിന് കൃത്യമായൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഡിബോട്ട്സ് സൗകര്യം കൂടി എത്തുന്നത് വഴി ചെളിയിൽ പുതഞ്ഞതാണെങ്കിലും പാറയുടെ മറവിൽ നിൽക്കുന്ന ഒബ്ജക്റ്റൊക്കെ ആണെങ്കിലും ലൊക്കേറ്റ് ചെയ്യാൻ കഴിയും എന്നൊരു പ്രത്യേകത കൂടി ഇന്നത്തെ തിരച്ചിലിന് പരിശോധനയ്ക്കുണ്ട് എന്നതുകൂടിയാണ്. അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ കാണുന്നതിലും വേഗത്തിൽ ദൗത്യം പുരോഗമിക്കും എന്നത് തന്നെയാണ് നിലവിൽ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. മോത്തി. ശരി രാഹുൽ.